എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. വിശുദ്ധ മത്തായി സുവിശേഷം 7:1 മുതലുള്ള തിരുവചനങ്ങളിൽ, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. വീണ്ടും കർത്താവ് പറയുന്നു, നമ്മുടെ കണ്ണിൽ വലിയ തടികഷ്ണം ഇരിക്കുമ്പോൾ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടികഷ്ണം എടുത്തു മാറ്റിയാൽ സഹോദരന്റെ കണ്ണിലെ കരടെടുത്ത് കളയാനുള്ള കാഴ്ച തെളിയുമെന്നാണ് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യർ എല്ലാവരും തന്നെ ബലഹീനതകളുള്ളവരാണ്, കുറ്റങ്ങളും കുറവുകളുമുള്ളവർ. എന്നിരുന്നാലും മറ്റുള്ളവരുടെ വിധി എഴുതേണ്ടത് നമ്മുടെ നാവിൻ തുമ്പിലല്ല, ദൈവത്തിന്റെ പുസ്തകത്തിലാണ് എന്നുള്ള സത്യം നമ്മൾ മറക്കരുത്. മൗനമായും വാചാലമായും മറ്റുള്ളവരെ വിധിക്കുമ്പോൾ അറിയുക, ഉള്ളവും അറിയുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നീതീകരിക്കപ്പെടേണ്ടത്. തീത്തോസിന്റെ ലേഖനം 3:2 ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉദ്ബോധിപ്പിക്കുക എന്ന് പറയുന്നു. നമ്മുടെ ഹൃദയം പരിശോധിക്കുന്ന ഒരു ദൈവമുണ്ട്. 1 സാമുവേൽ 16:7 ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഒരു കഥ ഓർമ്മയിൽ വരികയാണ്. ഒരു ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് എല്ലാവരും വന്ന് പണം കടം ചോദിക്കുമായിരുന്നു. തിരികെ കൊടുക്കാമെന്ന് പറയുന്ന സമയത്ത് കൊടുത്തിരുന്നില്ല. വീണ്ടും സമയം നീട്ടി പറഞ്ഞ് ആ മനുഷ്യനെ പറ്റിക്കുകയായിരുന്നു അവരുടെ രീതി. എന്നാൽ അദ്ദേഹം ആരോടും പണം തിരികെ ചോദിക്കുകയോ തരാത്തതിനെ പറ്റി മറ്റുള്ളവരോട് കുറ്റം പറയുകയോ ചെയ്തിരുന്നില്ല. നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ആ മനുഷ്യൻ മരിച്ചു. അന്ത്യവിധിയുടെ സമയത്ത് ആ മനുഷ്യനെ പത്രോസ്ലീഹ കാണുന്നു. എന്നിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ്, ഇയാളുടെ വിധി എപ്രകാരമാണ്? ഇയാൾ ആരെയും വിധിക്കുകയോ കുറ്റം പറയുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ കർത്താവ് പറയുന്നു, അതുകൊണ്ട് ഞാനും അയാളെ വിധിക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളെയും വിധിക്കാതിരിക്കാൻ ഹൃദയം പരിശോധിക്കുന്ന ഉള്ളവും അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിഷ്കളങ്കരായി ജീവിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അതിനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.